ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, യേശുവ ക്രൂശ് മരണ സമയത്ത് അറുക്കപ്പെട്ട ആട് മാത്രമായിരുന്നില്ല, ഒരു മഹാപുരോഹിതൻ കൂടെയായിരുന്നു എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് നമ്മൾ ശബത്ത് മേശയിൽ രാജകീയ പൗരോഹിത്യ കർമ്മത്തിലും ലവണ ഉടമ്പടിയിലും പങ്കുകാരാവുന്നത് എങ്ങനെ എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതായത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7:21 പറയുന്നു, കർത്താവ് മരണം ജയിച്ചത് കൊണ്ട് നമുക്ക് വേണ്ടി എന്നേക്കുമുള്ള പുരോഹിതനാണ് എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ ക്രൂശിലെ മർമ്മം. അതായത് അന്ന് ഞാൻ പറഞ്ഞ ആ മർമ്മം ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്, അതായത് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ആ മർമ്മമായിരുന്നു. എന്നാൽ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, അന്ന് യേശുവ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമായിരുന്നില്ല, നമുക്ക് വേണ്ടി എന്നേക്കും പക്ഷപാതം ചെയ്യാനുള്ള ഒരു മഹാപുരോഹിതൻ കൂടിയായിരുന്നു എന്നതിനെ കുറിച്ചാണ്. അതായത് സംഖ്യാപുസ്തകം, അതെങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. സംഖ്യാപുസ്തകം 3:10 വായിച്ചാൽ അറിയാം, പൗരോഹിത്യ കർമ്മം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ലേവ്യ ഗോത്രത്തിനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ യേശുവ യഹൂദ ഗോത്രത്തിലുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ലേവ്യ ഗോത്രത്തിലെ പുരോഹിത കർമ്മം യഹൂദ ഗോത്രത്തിലുള്ള യേശുവാക്ക് കിട്ടിയത്? അതിനെ പറ്റിയുള്ള ഒരു മർമ്മമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ലേവ്യരാണ് പുരോഹിതന്മാർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ, ദശാംശം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, ദശാംശം കൊടുക്കേണ്ടത് ലേവ്യ ഗോത്രത്തിലാണ് അല്ലേ. ലേവ്യ ഗോത്രത്തിലെ പുരോഹിതന്മാർ, അവർക്കാണ് ദശാംശം കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ ഇപ്പോഴത്തെ പുരോഹിത വർഗത്തിനോ പള്ളിയിലേക്കോ ഇത് പള്ളി പണിയാൻ, അത് വിഗ്രഹത്തിന് അത് അർപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദശാംശം കൊടുക്കുന്നത് തെറ്റാണെന്നും ദൈവത്തിന് പൈസയൊന്നും വേണ്ട, പകരം ദശാംശം എന്നാൽ ഇല്ലാത്തവന് കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ. അപ്പോൾ അത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാനിപ്പോൾ ആദ്യം നിങ്ങളോട് പറയാൻ പോണേ. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് സംഖ്യാപുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം, ലേവ്യർക്ക് സമാഗമ കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിലുള്ള ദശാംശം എല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ 24-ാമത്തെ വാക്യമാണ്, അദോനായ്ക്ക് അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു, അതിനാൽ അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം അരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇത് മുൻപ് നിങ്ങളോട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദശാംശം കൊടുക്കേണ്ടത് ലേവ്യ ഗോത്രത്തിന് മാത്രമാണ്. അത് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് അവർക്ക് അവകാശമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കർത്താവ് ലേവ്യ ഗോത്രത്തിനാണ് ദശാംശം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേവ്യ ഗോത്രത്തിലുള്ള പുരോഹിതന്മാർക്കൊക്കെ ഒരുപാട് പണി അന്നുണ്ട്. ആലയത്തിൽ ഒലിവെണ്ണയൊക്കെ ആട്ടി കുറേ പണികളുണ്ട് അല്ലേ. വേറെ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ യാഗമൊക്കെ നടക്കുക. അവിടുന്ന് അതെല്ലാം ഈ ആലയത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ ആ ബ്ലഡ് രക്തമൊക്കെ കഴുകിക്കളയണം. ശിലോഹ കുളത്തിൽ നിന്ന് വേണം അത് വെള്ളം എടുത്തുകൊണ്ട് വരാൻ ആലയത്തിലേക്ക്. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടാണ് ദൈവം കൽപ്പിച്ചത്, ലേവ്യർക്ക് നമ്മൾ ദശാംശം കൊടുക്കണം. പക്ഷെ ഇന്നത്തെ പുരോഹിതന്മാരുടെ കഥ അതല്ല. ലോഹയിട്ട് ഫ്ലൈറ്റിലും മറ്റും എന്താ പറയുക, അവിടെ എവിടെയും പോയി അവരുടെ അഭിവാദ്യം സ്വീകരിക്കുക, പ്രസംഗിക്കുക, അതൊക്കെയാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെ വേല എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ദശാംശം കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്. ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്ന് കർത്താവ് പറയണം. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വാക്യം ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, ലേവ്യ ഗോത്രത്തിനാണ് ദശാംശം കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ, ലേവ്യ ഗോത്രത്തിനാണ് പൗരോഹിത്യം കൽപ്പിച്ചിരിക്കുന്നതെന്ന്. അതായത് അവർക്ക്
അവരുടെ വേലയെ പരിഗണിച്ച് ലേവ്യർക്ക് മാത്രമാണ് ദശാംശം കൊടുക്കേണ്ടത്. കാരണം ഇസ്രായേലിൽ വേറെ അവകാശം, ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് എല്ലാ അവകാശം കൊടുത്തപ്പോൾ വേറെ അവകാശം ഒന്നും അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ദശാംശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതല്ല. ഞാൻ വിഷയത്തിലോട്ട് വരാം. ഈ ദശാംശം കർത്താവിന് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, ഈ ലേവ്യ പുരോഹിത ഗോത്രത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുവായും കൂടെ ഇൻവോൾവായി. അപ്പം അതെങ്ങനെയാണെന്നാണ് പറയാൻ വരുന്നത്. അതായത് ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന ദശാംശം യഹൂദ കുടുംബത്തിലുള്ള യേശുവാക്കി എങ്ങനെ കിട്ടി? അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 14:18 വായിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ യുദ്ധം ജയിച്ച് മടങ്ങി വന്ന അബ്രഹാമിന് ശാലേം രാജാവായ മൽക്കിസെദേക്ക് അപ്പവും വീനും കൊടുക്കുന്നു കാഴ്ചയായിട്ട്. അവിടെ അത് നമുക്ക് എല്ലാവരും തന്നെ വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഓരോ വാക്യങ്ങൾ പറയുമ്പോൾ അത് പോയി വായിച്ചു നോക്കുമ്പോഴാണ് ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കുള്ളൂ. അവിടെ അപ്പോൾ അങ്ങനെ അപ്പവും വീനും കൊടുക്കുന്ന കാഴ്ചയായിട്ട് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവിടെ മൽക്കിസെദേക്ക് അവിടെ പറയുന്നുണ്ട്, മൽക്കിസെദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു എന്ന്. എന്നിട്ട് കാഴ്ചയായി അപ്പവും വീനും കൊടുത്തിട്ട് മൽക്കിസെദേക്ക് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹാം മൽക്കിസെദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് 20-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാഹാം പോയി തൻ്റെ സഹോദരനെയും കുടുംബത്തെയും സ്വന്തം നാട്ടിൽ അവരെയൊക്കെ രക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ ഈ ശാലേം രാജാവ് അബ്രാഹത്തിനെ അവിടെ പോയി കണ്ട് ഈ അപ്പവും വീനും കാഴ്ചയായിട്ട് കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണത്. അപ്പോൾ അത് അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അബ്രാഹാം മൽക്കിസെദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മൽക്കിസെദേക്കായിട്ട് വന്നത് യേശുവ ആയിരുന്നു. അതിനാലാണ് യേശുവ പറഞ്ഞത് അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട് എന്നൊരിക്കൽ യേശുവ പറഞ്ഞല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? മൽക്കിസെദേക്ക് ദൈവം ആയിരുന്നു, യേശുവ ആയിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉൽപ്പത്തി 18-ാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൈവം മമ്രയുടെ തോപ്പിൽ അബ്രാഹത്തിന് പ്രത്യക്ഷനാകുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ 3 പുരുഷന്മാർ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ആ 3 പുരുഷന്മാരിൽ ഒരാൾ ദൈവമായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി 18:17 പറയുന്നു, അബ്രാഹത്തിനോട് ആ പുരുഷൻ്റെ രൂപത്തിൽ വന്ന ദൈവം, അതായത് അബ്രാഹാം യാത്ര അയക്കാനായിട്ട് അവരോട് കൂടി പോകുമ്പോൾ അബ്രാഹാം ദൈവമാണെന്നൊന്നും അബ്രാഹത്തിന് അറിയില്ലായിരുന്നു. അബ്രാഹാം അവരെ സൽക്കരിച്ചല്ലേ, വേഗം പോയി സാറയും അബ്രാഹമൊക്കെ കൂടി ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്ത് അവർ സന്തോഷത്തോടു കൂടി വിട്ടപ്പോൾ അബ്രാഹാം അവരെ യാത്രയാക്കാനായിട്ട് അവരോട് കൂടി പോയിട്ട് അപ്പോൾ അദോനായി അരുളി ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ എന്ന് അവിടെ നമുക്ക് ഉൽപ്പത്തി 18:17 വായിക്കാൻ പറ്റും. അബ്രാഹാം വലിയ ബലമുള്ള ജാതിയായി തീരും. അവിടെ ദൈവം അദോനായി പറഞ്ഞതാണ് അബ്രഹാമിനോട്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ. അപ്പോൾ എന്താണ് ദൈവം ചെയ്യുവാനിരുന്നത്? അതായത് ദൈവം യേശുവായിട്ട് ഭൂമിയിലേക്ക് വന്ന് അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് തന്ന് നമ്മളെ രക്ഷിച്ച ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രാഹത്തിനോട് മറച്ചു വെക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ഇനി അത് ദൈവമായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ 3 പുരുഷന്മാർ വന്നു എന്നാണ് നമ്മൾ ആ മമ്രയുടെ തോപ്പിൽ 3 ദൈവപുരുഷന്മാർ വന്നു എന്നാണ് അവിടെ കാണാം. അതിനുശേഷം ഉൽപ്പത്തി 19:1 വായിക്കുമ്പോൾ 2 ദൂതന്മാർ വൈകുന്നേരം സോതോമിലെത്തി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം 3-ാമത്തെ ഒരാൾ അവിടെ പറയുന്നില്ല. 3 ആൾ അബ്രഹാമിൻ്റെ അടുത്ത് വന്നിട്ട് 2 ആളാണ് സോതോമിലേക്ക് പോയത്. അപ്പോൾ ഒരാൾ ദൈവമായിരുന്നു,
മൂന്നാമത്തെ ദൂതൻ ദൈവമായിരുന്നു. ആ ദൈവം ആണ് അദോനായി ആയിരുന്നു അബ്രഹാമുമായിട്ട് അബ്രഹാം യാത്രയാക്കിയപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചതും അബ്രഹാമിനോട് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ എന്ന് അദോനായി ചോദിച്ചതും. അപ്പോൾ ആ മറച്ചു വെക്കാത്ത രഹസ്യമായിരുന്നു യേശുവായുടെ ക്രൂശ് മരണം. ആ ക്രൂശ് മരണത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു എന്ത്? മൽക്കിസദേക്ക് അബ്രാഹത്തിന് കൊണ്ടുവന്ന് കൊടുത്ത അപ്പവും വീഞ്ഞും. അതായത് യേശുവായുടെ ശരീരവും രക്തവും. അതിൻ്റെ പ്രതീകമായിട്ടാണ് ആ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രാഹത്തിന് കൊടുത്തത്. അത് യേശുവ അബ്രാഹത്തിന് കൊടുത്തപ്പോൾ അബ്രാഹം യേശുവായെ, അതായത് മൽക്കിസദേക്കിനെ തിരിച്ച് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് ഉൽപ്പത്തി 14:20 പറയുന്നുണ്ട്. ഇങ്ങനെ അബ്രാഹത്തിൽ നിന്ന് ദശാംശം വാങ്ങിച്ചത് കൊണ്ട് യേശുവ ലേവ്യ ഗോത്രത്തിലെ പങ്കാളിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൽക്കിസദേക്ക് അബ്രാഹമിൽ നിന്ന് ആ ഒരു ദശാംശം വാങ്ങിച്ചു അല്ലേ? മൽക്കിസദേക്കിൻ്റെ രൂപത്തിലായിരുന്ന യേശുവ അങ്ങനെ വാങ്ങിച്ചത് കൊണ്ട് ആ ദശാംശം വാങ്ങിക്കുന്നത് ലേവ്യ ഗോത്രത്തിലുള്ളവരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ലേവ്യ ഗോത്രത്തിൽ യേശുവായും പങ്കാളിയായി. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മർമ്മം. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ദാവീദിൻ്റെ ഗോത്രത്തിലുള്ള രാജഗോത്രത്തിലുള്ള യേശുവ ലേവ്യ ഗോത്രത്തിലും കൂടി പങ്കാളിയാകുന്നത്. ഇനി ഇതൊക്കെ വ്യക്തമായിട്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല. ഹെബ്രായർക്കെതിരെ ലേഖനം 7-ാം അധ്യായം ഫുള്ള് പറയുന്നത് ഇതിനെ പറ്റിയാണ്. അത് നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ പഴയ നിയമത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ മർമ്മത്തിൻ്റെ പൊരുള് കിടക്കുന്നത് ഹെബ്രായർക്കെതിരെ ലേഖനത്തിൽ 7-ാം അധ്യായത്തിലാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നു ശാലോം രാജാവ് വന്നത്. ശാലോം രാജാവ് അല്ലെ, അതായത് സമാധാന രാജാവ് എന്നാണ് അർത്ഥം. സമാധാന രാജാവായി വന്നത് യേശുവ ആണ് എന്ന് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ഹെബ്രായർക്കെതിരെ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ 5-ാം വാക്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് യേശുവ ആണെന്ന്. ലേവ്യപുത്രന്മാർക്ക് ജനത്തിൽ നിന്ന് ദശാംശങ്ങൾ വാങ്ങിക്കാൻ കൽപ്പനയുണ്ട്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് യേശുവായെ കുറിച്ചാണ്. പിന്നീട് ഹെബ്രായർക്കെതിരെ ലേഖനം 7:17 യേശുവ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നാണ് സാക്ഷീകരിച്ചിരിക്കുന്നത്. ഹെബ്രായർക്കെതിരെ ലേഖനം 6:20 വീണ്ടും പറയുന്നുണ്ട് യേശുവ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപേ കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവിടെയും പറയുന്നുണ്ട്. പിന്നെ ഹെബ്രായർക്കെതിരെ ലേഖനത്തിൽ 5-ാം അധ്യായം 4 മുതൽ 6 വരെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അഹറോനെ പോലെ ദൈവം ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കാൻ യേശുവായെയും വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം വിളിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് ഹെബ്രായർക്കെതിരെ ലേഖനം 5:4. അവിടെ കറക്റ്റായിട്ട് എഴുതിയേക്കാണ് അഹറോനെ പോലെ അല്ലേ, അഹറോനെ പോലെ തന്നെ യാഗമർപ്പിക്കാനായിട്ട്, ജനങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കാനായിട്ട് യേശുവായെയും കൂടെ വിളിച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരിടത്ത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, മറ്റൊരിടത്ത് നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ജനങ്ങൾക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി യാഗമർപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത നിത്യ പുരോഹിതനാണ് യേശുവ എന്ന്. എല്ലാ പുരോഹിതന്മാരും യാഗമർപ്പിക്കുന്നതിന് മുൻപ് സ്വയം ശുദ്ധി വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ യേശുവാക്കി അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ? ഹെബ്രായർക്കെതിരെ ലേഖനം 7:26 പറയുന്നു, യേശുവ പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ എന്നൊക്കെ പറഞ്ഞ് യേശുവായി അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വയം ശുദ്ധീകരണം യേശുവാക്കി വേണ്ടി വന്നിട്ടില്ല എന്ന്. കാരണം പാപം എന്താണെന്ന് യേശു പറഞ്ഞിട്ടില്ല അല്ലേ. അതാണ് 2 കോരിന്തോസ് 5:21 പറയുന്നു, പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി എന്ന്. അപ്പോൾ പാപത്തിൽ മാത്രമാണ് യേശുവ പരീക്ഷിക്കപ്പെടാതിരുന്നത്. അപ്പോൾ പാപം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സ്വയം ശുദ്ധീകരണം അതിൻ്റെ ആവശ്യം യേശുവാക്കി ഇല്ലായിരുന്നു.
അതുപോലെ തന്നെ യേശുവായിൽ പാപമില്ല എന്ന് നമുക്ക് വേറെ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. 1 യോഹന്നാൻ 3:5 പറയുന്നു, യേശുവായിൽ പാപമില്ല, അതിനാൽ അവിടുന്നിൽ വസിക്കുന്നവനും പാപം ചെയ്യില്ല എന്ന്. മനസ്സിലായോ? അവിടെ എന്നിട്ട് എഴുതിയേക്കുന്നത് യേശുവായിൽ വസിക്കുന്നവനും പാപം ചെയ്യില്ല എന്ന്. അപ്പം നമ്മൾ യേശുവായിൽ വസിക്കുകയാണെങ്കിൽ പാപം ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 2:9 പറയുന്നു, നമ്മോടാണ് പറയുന്നതിൽ, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. കേട്ടോ, എത്രയോ അർത്ഥവത്തായ ഒരു വാക്യമാണത് അല്ലേ. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചു. നമ്മൾ അന്ധകാരത്തിലായിരുന്നല്ലേ. നമ്മളും എല്ലാവരെ പോലെ വിഗ്രഹത്തെ ദൈവമാണെന്ന് കരുതി നമ്മളും ആരാധിച്ചു പോന്നിരുന്നവരായിരുന്നു. പക്ഷേ ആ ഒരു അന്ധകാരത്തിൽ നിന്ന് ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. അപ്പോൾ അതിനാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും, അവിടെ എഴുതിയേക്കാണ് രാജകീയ പുരോഹിത വർഗം. മനസ്സിലായോ? രാജകീയ പുരോഹിത വർഗം. ആ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ വ്യക്തമാണ് രാജകീയ പുരോഹിത വർഗം. അതായത് എന്താണ്? ഒരേ സമയം തന്നെ യേശുവ ദാവീദ് ഗോത്രത്തിലെ ദാവീദിന്റെ മക്കള് രാജഗോത്രമാണ് അല്ലെ, രാജാവിന്റെ ഗോത്രമാണ്. ദാവീദ് ഗോത്രത്തിലെ രാജാവും അതോടൊപ്പം തന്നെ ലേവ്യ ഗോത്രത്തിലെ പുരോഹിതനുമായിരുന്നു യേശുവ ഒരേ സമയം തന്നെ. അതോടൊപ്പം നമുക്ക് അറിയാം, അതോടൊപ്പം തന്നെ യേശുവ ക്രൂശ് മരണ സമയത്ത് അറക്കപ്പെട്ട കുഞ്ഞാടുമായിരുന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ദൈവത്തിനല്ലാതെ വേറെ ആർക്ക് സാധിക്കും സഹോദരങ്ങളെ അല്ലേ. ആ എല്ലാ ക്രമപ്പെടുത്തല്, ചിലർ പറയൂലേ, എന്തിനാണ് സാത്താൻ ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നപ്പോൾ സാത്താൻ ഒറ്റയടിക്ക് കൊല്ലായിരുന്നില്ല, അങ്ങനെ മണ്ടത്തരം കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ ഇസ്രായേൽക്കാരെ രക്ഷിച്ചു കൊണ്ടുവരായിരുന്നില്ലേ പെട്ടെന്ന് തന്നെ. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഫറവോയ്ക്ക് ഇത്രയധികം സഹനങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാവും. അപ്പം അന്നൊക്കെ ഞാൻ പറഞ്ഞത്, അതായത് ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായ ഓരോ ക്രമങ്ങളുണ്ട്, അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. നമുക്ക് ഒരു പക്ഷെ നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ബൈബിളിൽ പല സ്ഥലത്ത് നോക്കുമ്പോൾ പല അന്യായങ്ങളും കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയല്ല. അപ്പോൾ എത്രയോ പ്ലാനും പദ്ധതിയോടും കൂടിയാണ് നമ്മളുടെ യേശുവായുടെ ആ ക്രൂശ് മരണം നടത്തിയത്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് യേശുവ ഒരു നിത്യപുരോഹിതനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് യാഗമർപ്പിക്കുന്ന ആ ഒരു ദൗത്യം ക്രൂശ് മരണത്തിൽ ചെയ്യാനിടയായത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ, ഈ പുരോഹിത ദൗത്യത്തിൽ നാമും പങ്കുകാരാകുന്നുണ്ട് സഹോദരങ്ങളെ. അതാണ് ഈ ശബത്ത് മേശയിൽ, കർത്തൃമേശയിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ, ആ കർത്തൃമേശയിൽ ആ രാജകീയ പൗരോഹിത്യ ആ ദൗത്യത്തിൽ നമ്മളെയും കൂടി പങ്കുകാരാക്കുന്ന ആ ദൈവസ്നേഹം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നമ്മോടുള്ള ആ കരുണ, ആ മേശ യോഗ്യത ഒട്ടുമില്ലാഞ്ഞിട്ടും അല്ലേ, കാനാൻ സ്ത്രീ പറഞ്ഞ മാതിരി, അപ്പൻ്റെ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനൂർക്ക് കഷ്ണം മതി അപ്പ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ നമ്മളെ, നായ്ക്കൾക്ക് തുല്യമായിരുന്ന നമ്മളെ മേശയിൽ കയറ്റിയിരുത്തി ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച നമ്മൾ അല്ലേ, നമ്മളോട് ദൈവം കാണിച്ച കരുണ, അത് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും ദൈവത്ത് അതൊക്കെ വളരെ കുറഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശബത്ത് മേശയിൽ നമ്മളപ്പോൾ അവിടെ രാജകീയ പൗരോഹിത്യ ദൗത്യത്തിലും കൂടെ പങ്കുകാരാവുകയാണ്. ഈ മുന്നേ പറഞ്ഞല്ലേ 1 പത്രോസ് 2:10 ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുൻപേ നിങ്ങൾ ജനമല്ലായിരുന്നു, ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുൻപേ നിങ്ങൾ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ കരുണ ലഭിച്ചവർ എന്നാണ് അവിടെ 1 പത്രോസ് 2:10 പറയുന്നത്. ശബാത്ത് മേശയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയാണ്, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ജനമായി, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവരായി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ശബത്ത് മേശയുടെ ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? രാജകീയ പൗരോഹിത്യ
ആ ദൗത്യം എങ്ങനെയാണ്, അതിൽ നമ്മളും പങ്കുകാരാകുന്നത് എങ്ങനെയാണ്, യേശുവായി എങ്ങനെ പങ്കുകാരായത് എന്നാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ശബത്തിന് നമ്മൾ അപ്പം കഴിക്കും അല്ലേ. അപ്പം എങ്ങനെ കഴിക്കുക? 3 പ്രാവശ്യം അപ്പം ഉപ്പിൽ മുക്കിയിട്ടാണ് നമ്മൾ അത് കഴിക്കുക. അപ്പം എടുത്ത് ഉപ്പിൽ 3 പ്രാവശ്യം മുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. ആദ്യം മൂത്ത ആൾ കഴിക്കും, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ. അപ്പം അതെന്തിനാണ് ഉപ്പിൽ മുക്കി കഴിക്കുന്നതെന്ന്, അതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ രാജകീയ പൗരോഹിത്യ ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാവുന്നതോടൊപ്പം തന്നെ ലവണ ഉടമ്പടിയിലും കൂടി നമ്മൾ പങ്കുകാരാവുകയാണ്. ലവണ ഉടമ്പടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് സംഖ്യാപുസ്തകം 18:19 പറയുന്നു, ലേവ്യ ഗോത്രത്തോടാണ് ഈ ലവണ ഉടമ്പടിയും ദൈവം പറയുന്നത്. അദോനയുടെ സന്നിധിയിൽ ഇത് നിന്റെ സന്തതിക്ക് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു എന്ന്. അതായത് ലവണ നിയമവും ലേവി ഗോത്രത്തിന് മാത്രം ദൈവം കൊടുത്ത ഒരു നിയമമായിരുന്നു. പക്ഷേ ആ ലവണ ഉടമ്പടിയിലും യേശുവ പങ്കുചേർന്ന് ഇത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണേ. എങ്ങനെയാണ് ലവണ ഉടമ്പടിയിലും യേശുവ പങ്കുകാരായത് എന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മുൻപ് പറഞ്ഞല്ലേ, ദൈവത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ലേവ്യർക്ക് ദശാംശം കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞല്ലേ, ഇസ്രായേലിൽ അവർക്ക് ഓഹരി ഒന്നും കൊടുക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ദശാംശം കൊടുക്കണമെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് അതൊരു അന്യായമല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ. ഇത് ലേവ്യ ഗോത്രത്തിന് മാത്രം ഓഹരി ഒന്നും കൊടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞത് ഒരു അന്യായമല്ലേ എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ അതിൻ്റെ സത്യം ഇരിക്കുന്നത് ഇവിടെയാണ്. അതായത് സംഖ്യാപുസ്തകം 18:20 പറയുന്നുണ്ട്, നിനക്ക് അവരുടെ ഇടയിൽ ഒരു ഓഹരിയും ഉണ്ടാവില്ല. ലേവ്യരോട് പറയണതാ. പക്ഷേ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാകുന്നു എന്ന് കർത്താവ് അവിടെ അരുളി ചെയ്യാണ് ദൈവം. മനസ്സിലായോ? ഇതിലും വലുത് വല്ലതും വേണോ? എന്താ കർത്താവ് പറഞ്ഞ? ഞാൻ തന്നെ ഇസ്രായേലിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാണ് എന്ന് പറയാണല്ലേ. അപ്പം ആ ദൈവസ്നേഹം ഒന്ന് ആലോചിക്ക്. ദൈവത്തിന് അവകാശമായി കിട്ടുന്നതിനേക്കാളും വലുത് എന്ത് കിട്ടിയാലും ആവില്ല അല്ലേ. മനസ്സിലായ? അപ്പോൾ അങ്ങനെയാണ് ആ ദൈവസ്നേഹം അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലവണ ഉടമ്പടിയെ പറ്റിയായിരുന്നു, എങ്ങനെ യേശുവ അതിൽ ഉൾപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലേ. 2 ദിനവൃത്താന്തം 13:5 വായിക്കുകയാണെങ്കിൽ അഹറോനും കുടുംബത്തിനും മാത്രമായിട്ട് ദൈവം കൊടുത്ത ലവണ നിയമം ദാവീദിനും കൂടെ കൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ അദോനായി ഇസ്രായേലിലെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവൻ്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായോ? അതായത് ലേവ്യ ഗോത്രത്തിന് മാത്രം കൊടുത്ത ലവണ നിയമം രാജകീയ എന്താ പറയുക ആയിരുന്നല്ലോ ദാവീദിൻ്റെ വംശം എന്ന് വെച്ചാൽ. ആ വംശത്തിൽ ഇസ്രായേലിലെ രാജത്വം, ആ ഒരു ലവണ നിയമം ആ രാജ്യത്വത്തിനും കൂടെ എങ്ങനെ പങ്കുവെച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കഥ മനസ്സിലാകണമെങ്കിൽ 1 സാമുവേൽ 21 അധ്യായം നമ്മൾ വായിച്ചു നോക്കണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് പലർക്കും അറിയാം, ദാവീദിന് വിശന്നപ്പോൾ ദാവീദ് അനുചരന്മാരും കൂടെ വിശന്ന് അവർ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിശന്ന് പുരോഹിതൻ്റെ അടുത്ത് ഒന്നും കിട്ടാണ്ട് പുരോഹിതൻ്റെ അടുത്ത് കേണ അപേക്ഷിക്കുന്നുണ്ട്. വിശന്ന് വളർന്ന ദാവീദും ബാല്യക്കാർക്കും വേണ്ടി പറയുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരുമോ, 5 അപ്പം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം കഴിക്കാനായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാപുരോഹിതൻ അവിടെ പറയാണ്, വിശുദ്ധ അപ്പം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒന്നും ഇല്ല എന്ന് പറയാണ്. ഗത്യന്തരമില്ലാതെ പുരോഹിതൻ ആ വിശുദ്ധമായ അപ്പം ദാവീദിന് എടുത്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ 1 സാമുവേലിൽ 2:6 അല്ല 1 സാമുവേലിൽ 21 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ആ അപ്പം ശരിക്കും പുരോഹിതനും കുടുംബത്തിനും മാത്രമായിട്ടുള്ളതായിരുന്നു അല്ലേ. അത് വേറെ ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ മരിച്ചു പോകും അവർ, ദൈവം അവരെ ശിക്ഷിക്കും. അപ്പോൾ അത് എടുത്തു കൊടുത്തതിന് ആ പുരോഹിതനെയും ദാവീദിനെയും ഒക്കെ ദൈവം കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ സംഭവിച്ചില്ല. അവിടെ അങ്ങനൊരു ശിക്ഷ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കും കഴിക്കാൻ പാടില്ലാത്ത ആ അപ്പം കഴിച്ചതിലൂടെ
ദാവീദിൻ്റെ ഗോത്രത്തിന് ലവണ ഉടമ്പടിയിൽ പങ്കാളിത്തം നൽകുകയാണ് ചെയ്തത്. മനസ്സിലായോ? അതായത് ലേവ്യരുടെ പുസ്തകം 2:13 പറയുന്നുണ്ട്, ദൈവത്തിനുള്ള എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണമെന്ന്. ഉപ്പ് ചേർക്കണം ദൈവത്തിനുള്ള എല്ലാ വഴിപാടിലും എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള നിയമമാണത്. അപ്പോൾ അങ്ങനെയാണ് ലവണ ഉടമ്പടി ദാവീദിൻ്റെ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ദൈവത്തിനുള്ള എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണമെന്ന് പറയുമ്പോൾ ആ വിശുദ്ധമായ അപ്പത്തിലും ലവണ ഉടമ്പടി പ്രകാരം ഉപ്പ് ചേർത്തിട്ടുണ്ടാകും. ആ വിശുദ്ധമായ അപ്പമാണ് ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മഹാപുരോഹിതന് ദാവീദിനെടുത്ത് കൊടുക്കേണ്ടി വന്നത്. ദാവീദ് അത് സ്വീകരിച്ചതിലൂടെ ദാവീദിൻ്റെ ഗോത്രവും ലവണ ഉടമ്പടിയിൽ പങ്കുകാരായി ചേർന്നു. ദാവീദിൻ്റെ ഗോത്രത്തിലാണല്ലോ യേശുവ ഉണ്ടായത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിലുള്ള എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. അപ്പോൾ യേശുവായുടെ ക്രൂശ് മരണം നമുക്ക് വേണ്ടിയുള്ള വഴിപാടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ യേശുവായെ ലവണ ഉടമ്പടിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇതിലൂടെ കാര്യം സാധിച്ചതാണ് ഈ ദാവീദിന് ഈ അപ്പം കൊടുത്ത് സ്വീകരിച്ചതിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിങ് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇപ്പം നമ്മൾക്കിപ്പോൾ ലവണ ഉടമ്പടി മനസ്സിലായി. യേശുവായിൽ ലവണ ഉടമ്പടി എങ്ങനെ വന്നു, യേശുവായിൽ പൗരോഹിത്യത്തിൻ്റെ ദൗത്യം എങ്ങനെ കടന്നു വന്നു എന്ന് രണ്ടും നമുക്ക് മനസ്സിലായല്ലേ. ഇനി അത് നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്, എങ്ങനെയാ യഹോശുവ മശിഹായിലുള്ള ആ വിശ്വാസത്തിൽ കൂടിയാണ് ആ ഉടമ്പടിയിലേക്ക് നമുക്കും കടക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6:16 പറയുന്നുണ്ട്, വിശ്വാസം കൊണ്ട് പരിചയം ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന്. വിശ്വാസം കൊണ്ട് പരിചയം ഉണ്ടാക്കി നിൽക്കണം എന്നവിടെ പറയണേ. എങ്ങനെയുള്ള വിശ്വാസം? ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ വിശ്വാസം. അത്രയ്ക്ക് വിശ്വാസം. അതുപോലെ തന്നെ ഹെബ്രായർക്കെതി ലേഖനം 11:6 പറയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന്. മനസ്സിലായോ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാണ് ഹെബ്രായർക്കെതി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം ഉണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ദൈവം കൊടുക്കും എന്നുള്ളതായ വിശ്വാസം. ആ വിശ്വാസം കൊണ്ട് ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ ആ വിശ്വാസം കൊണ്ട് പരിചയമുണ്ടാക്കി യഹോശുവ മശിഹായിലുള്ള വിശ്വാസത്തിലാണ് ഈ ഉടമ്പടി നമ്മളുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ. അപ്പോൾ വിശ്വാസം എന്ന യാഗം അർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമായി ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വിശ്വാസമാണ് എന്ത്? ഉപ്പ് എപ്പോഴും ഉറകെട്ടുപോയാൽ ഉപ്പിനെ കൊണ്ട് യാതൊരു ഫലമില്ല അല്ലേ? ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ കാരമുള്ള ഉപ്പ് പോലെ ആയിരിക്കണം ഈ വിശ്വാസം. കാരമില്ലാത്ത ഉപ്പ് ചവിട്ടിക്കളയാനേ ഒക്കൂലേ? അപ്പോൾ നമ്മൾ യാഗമർപ്പിക്കുമ്പോൾ ഉപ്പ് പോലെ ആയിരിക്കണം. ഉപ്പുള്ള അത് വിശ്വാസം, കാരം ഉള്ള ഉപ്പ് പോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. യാഗമർപ്പിക്കുമ്പോൾ കാരമില്ലാത്ത ഉപ്പ് പോലെ ആകരുത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, കർത്തൃമേശയിൽ കർത്താവിൻ്റെ കൃപയാൽ നാം രാജകീയ പൗരോഹിത്യ വേലയിൽ ഭാഗമാകാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉപ്പിൽ മുക്കി കഴിക്കുമ്പോൾ ലവണ നിയമത്തിലേക്ക് ഭാഗമാകുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ്. അതായത് ക്രൂശിൽ യാഗമായി തീർന്ന യേശുവായുടെ ശരീരം ഓർത്തുകൊണ്ട് നമ്മൾ ആ അപ്പം ഭക്ഷിക്കുമ്പോൾ ലവണ ഉടമ്പടിയിൽ നമ്മളും പങ്കുകാരാകുന്നു. ഈ ഓർമ്മ ശബത്ത് മേശയിൽ നമുക്ക് ആവശ്യമാണ്. അതായത് ശബത്ത് മേശയിൽ ഈ രണ്ട് കാര്യങ്ങളും നാം ഓർക്കണം, നന്ദിയോടുകൂടി ഓർക്കണം. അതായത് രാജകീയ പുരോഹിത
ദൗത്യത്തിലേക്ക് നമ്മയും കൂടെ പങ്കുകാരാക്കിയതും ലവണ ഉടമ്പടിയിലേക്ക് നമ്മയും കൂടെ പങ്കുകാരാക്കിയതും ഈ രണ്ട് കാര്യവും ഓർത്ത് ദൈവത്തോട് നന്ദി പറയാനും കൂടി എൻ്റെ സഹോദരങ്ങൾ ശബത്ത് മേശയെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ശബത്തിന് നമ്മൾ അറിഞ്ഞ ഈ മർമ്മങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ, അതായത് യേശുവായുടെ ക്രൂശുമരണത്തിൽ സംഭവിച്ചത് ആ ലവണ ഉടമ്പടിയിലൂടെ രാജകീയ പൗരോഹിത്യ ധർമ്മം, അതോടൊപ്പം തന്നെ അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദൗത്യം, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ക്രൂശ് മരണം സാധിച്ചപ്പോൾ, ആ രക്ഷ നമുക്ക് കിട്ടിയപ്പോൾ യഹോശുവ മശിഹായിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് നാമും കൂടി ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശബത്ത് മേശയിൽ ഇരിക്കുമ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് ആബയുടെ മക്കളെല്ലാവരും ആബയോട് നന്ദി പറയണം. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു വേർഡ് ഉപ്പ്. ഉപ്പ് എന്ന് വെച്ചാൽ മെലഹ് എന്നാണ് പറയുക. സ്പെല്ലിങ് MELACH, ഉപ്പ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തോതാറബ്ബ. അപ്പോൾ ഈ ഒരു മർമ്മം കൂടെ ഇത് ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞ ആ ചിന്തകൾ, എല്ലാ വാക്യങ്ങളും നിങ്ങൾ ബൈബിളിൽ പോയിട്ട് വായിക്കണം. എങ്കിലേ ദൈവാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് പറഞ്ഞത് കൊണ്ടോ ഇത് കേട്ടത് കൊണ്ടോ നമ്മൾ വിശ്വസിച്ച് അങ്ങനെ അല്ല, നമ്മൾ അന്വേഷിക്കണം ദൈവത്തെ കണ്ടെത്താനായിട്ട്. അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം വീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന ഒരു കൊട്ടേഷൻസ് ബൈബിളിൽ പോയി വായിച്ച് നോക്കണം. അപ്പോൾ ദൈവാത്മാവ് നിങ്ങളിലും വന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ മർമ്മം ഒന്നും കടുകട്ടിയാണ്, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് പിടി കിട്ടില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. എല്ലാവർക്കും തോതാ റബ്ബ തോതാ.